ദൈവത്തിൻ്റെ ഏറ്റവും പ്രിയമുള്ളവരെ, അവിടുത്തെ സമാധാനം ഞാൻ ആശംസിക്കുന്നു. ഇന്ന് കർത്താവ് നമുക്ക് നൽകുന്ന ദൂത് ജോബ് 6:11. കാത്തിരിക്കാൻ എനിക്ക് ശക്തിയുണ്ടോ? എന്തിനു വേണ്ടിയാണ് ഞാൻ ക്ഷമയോടെ കാത്തിരിക്കേണ്ടത്? കാത്തിരിക്കാൻ ഒരു ശക്തി വേണം. പ്രാർത്ഥിച്ച് കാത്തിരിക്കാൻ, വിശ്വാസത്തോടെ പ്രാർത്ഥിച്ച് കാത്തിരിക്കാൻ ഒരു ശക്തി വേണം. കാരണം ആ കാത്തിരിപ്പിൻ്റെ സമയം കണ്ണുനീരിൻ്റെതായിരിക്കും, ഒരുപാട് സഹനങ്ങളുടേതായിരിക്കും, വിമർശന ശരങ്ങളുടേതായിരിക്കും, ഒരുപാട് തകരുന്ന അവസ്ഥകളായിരിക്കും കാത്തിരിപ്പിൻ്റെ സമയം. അപ്പോഴും കാത്തിരിക്കണം, വിശ്വസിച്ച് പ്രാർത്ഥിച്ച് കാത്തിരിക്കണം ദൈവത്തിൻ്റെ സമയത്തിന് വേണ്ടി. എങ്കിൽ ആ കാത്തിരിക്കുന്നവനെ കൈവിടുന്നവനല്ല കർത്താവ്. നിന്റെ കാത്തിരിപ്പും നിന്റെ വിശ്വാസവും നിന്റെ പ്രാർത്ഥനയും ദൈവം കാണുന്നുണ്ട്. ആ ദൈവം അതിന് വിലയിടും. പരിഹസിച്ചവരുടെ മുന്നിൽ, കളിയാക്കിയവരുടെ മുന്നിൽ, മാറ്റി നിർത്തിയവരുടെ മുന്നിൽ ആ ദൈവം നിന്നെ കൈപിടിച്ച് ഉയർത്തുന്ന ഒരു നാൾ വരും. നിന്റെ കാത്തിരിപ്പിന് വിലയുണ്ട്. അബ്രാഹാം ദീർഘക്ഷമയോടെ കാത്തിരുന്നു. ആ കാത്തിരിപ്പ് ദൈവസന്നിധിയിൽ വിലയുള്ളതായിരുന്നു. അതുകൊണ്ട് തന്നെ അത്ഭുതകരമായ മറുപടി ദൈവം അബ്രാഹത്തിന് നൽകി. ഇന്ന് കണ്ണുനീരോടെ കാത്തിരിക്കുന്നവരെ, മറന്നു പോകണ്ട. നിങ്ങളുടെ കാത്തിരിപ്പിന്, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക്, നിങ്ങളുടെ വിശ്വാസത്തിന് ദൈവം വിലയിട്ടിട്ടുണ്ട്. അതിന് മറുപടി ഉണ്ടാകും, അത്ഭുതകരമായ മറുപടി. ലാസറിന്റെ ഭവനത്തിൽ കർത്താവിനു വേണ്ടി കാത്തിരുന്ന ആ സഹോദരിമാരെ മറന്നു പോകരുത്, മർത്തയെയും മറിയത്തെയും. അവരുടെ കാത്തിരിപ്പിന് ദൈവം കൊടുത്ത മറുപടി എത്ര വലിയ അത്ഭുതമായിരുന്നു. വിശ്വസിക്കുക. വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം ദർശിക്കുമെന്ന് കർത്താവ് പറഞ്ഞിട്ടില്ലേ? കരുണാമയനായ ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ.